നമസ്കാരം. ജീവിതത്തിലേക്ക് സ്വാഗതം. ആദിവാസി മേഖലയിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തകനും കവിയുമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായ ഡേവിസ് മരോട്ടിച്ചാൽ ഇന്നും നമ്മുടെ അതിഥിയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ പത്നി റോസ്ലിൻ. ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന രോഗികൾ, മരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പേര് വെട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന വലയുന്ന ആളുകൾ, ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ ഒരു സംഘബലം ഉണ്ടാക്കി. എന്തിനും തരണം ചെയ്യാൻ മാത്രം കഴിവുള്ളവരാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ സർജറിക്ക് ഒരുങ്ങാനുള്ള കാരണം ഉണ്ടായി. എന്തു പറയുമായിരുന്നു സാർ ആ സമയം? ആ സമയം ആള് പറയും ദൈവത്തോട് പറയാൻ വീട്ടിൽ വന്നപ്പോ പിന്നെ അത്രയും പ്രയാസം തോന്നിയില്ല. എല്ലാം ശരിപ്പെടുന്നു തോന്നി. എന്താണെന്ന് വെച്ചാൽ 30 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഡോക്ടർ വരയ്ക്കും കൈവിട്ടതായിരുന്നു. ശരിക്കും ഇപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടറിവ് മാത്രം, നമുക്കൊന്നും നേരിട്ട് കാണാനോ അറിയാനോ സാധിക്കാത്തതാണ് ഒരു ആദിവാസികളുടെ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ. ശരിക്കും എനിക്കൊന്ന് സാറിന് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റും. അത് വളരെ വർഷങ്ങൾ ആ രംഗത്ത് സജീവമായിട്ട് ഇപ്പോഴും സജീവമായതുകൊണ്ട് എന്തൊക്കെയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ? അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളം ഫണ്ടുകൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് 50%, 50% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 50% ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും. പക്ഷേ എങ്കിൽ തന്നെയും അവരെ കൈകളിൽ എത്തുമ്പോൾ അത് ഇടനിലക്കാരായ ആളുകൾ മുഖേന യഥാർത്ഥ അതിൻ്റെ ആ പ്രതിഫലം അനുഭവിക്കാനുള്ള അവസരം അവർക്ക് കിട്ടാറില്ല. കാരണം ഒരു വീട് വെക്കാൻ അവർക്ക് പണം അനുവദിച്ചു 1 ലക്ഷം രൂപ. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് പണിയാൻ പ്രാപ്തിയില്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ അതിന് ഇടത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ, കോൺട്രാക്റ്റുകാർ അല്ലെങ്കിൽ ബിനാമികൾ, ആ ഫണ്ട് എൻജിനീയറോ അല്ലെങ്കിൽ മറ്റ് ആളുകളെ സ്വാധീനിച്ച് ആ പണി പൂർത്തിയാവാത്ത വീടുകൾ പോലും ധാരാളമുണ്ട്. ഇപ്പോൾ ആ പണി പൂർത്തിയായെന്നുള്ള സാക്ഷ്യപത്രം വാങ്ങിക്കൊടുത്ത് ഫണ്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ആ ഫണ്ട് ഇവർ കൈക്കലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് രാജ്യത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഈ ആശുപത്രികളിലേക്ക് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി. പക്ഷെ പലപ്പോഴും അത് കൃത്യമായിട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നിലനിന്ന് പോകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും സാധ്യത. പട്ടപ്പാടി മേഖലയിൽ നിന്ന്, പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് അവിടെ ഒരു പ്രൊമോട്ടർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രൊമോട്ടർക്ക് പരിമിതികളുണ്ട്. പലപ്പോഴും അവിടുത്തെ ആളുകൾ, ഡോക്ടർമാർ അവർക്ക് വേണ്ടുന്ന പെട്ടെന്ന് കൊടുക്കണം. യഥാർത്ഥത്തിൽ അവരെ ട്രൈബ്സ് ഇന്ത്യൻ ഗവൺമെൻറ് പ്രസിഡൻറ്റിൻ്റെ തന്നെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ട്രൈബ്സിനെ അംഗീകരിക്കണം, അവരെ സല്യൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. പക്ഷെ പലപ്പോഴും അവഗണനയാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ ന്യൂനപക്ഷം ഒരു 25% ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി ചെയ്യാൻ സന്മനസ്സുണ്ട്. വളരെയധികം നല്ല നല്ല കാഴ്ചകൾ അവർക്ക് വയ്ക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ അവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ശരിക്കും അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ ഏത് തരത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ കേസാണെങ്കിൽ നമുക്ക് അവർക്ക് മരുന്ന് കിട്ടാൻ വൈകി പോകുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ സൂപ്രണ്ടുമായി ബന്ധപ്പെടും. അഥവാ സൂപ്രണ്ടിൻ്റെ പക്ഷത്ത് നമുക്ക് വീഴ്ച വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസറെ വിളിക്കും. അവിടെ നിന്നും നേരിട്ട് ഡയറക്റ്റ് ചെയ്ത് വേണ്ട നിർദ്ദേശം ഡോക്ടർക്ക് കൊടുത്താലും കിട്ടായി വരികയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡയറക്ടർക്ക് വിളിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, അല്ലെങ്കിൽ മിനിസ്റ്റർ, അപ്പോൾ അല്ലെങ്കിൽ സ്ഥലം ലോക്കൽ MLA അല്ലെങ്കിൽ MP, അങ്ങനെ ഉടനെ അവരുടെ ചെവികളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പെട്ടെന്ന് സ്പീഡാവും. ഒക്കെ ടെലിഫോൺ മെസ്സേജുകൾ, അല്ലെങ്കിൽ ഉടനെ തന്നെ പത്രക്കാരെ വിളിച്ച് പറയുക, അതുടനെ തന്നെ അവർ വന്ന്, അല്ലെങ്കിൽ അവർ അങ്ങനെ കളക്ടർ ശ്രദ്ധയിൽ ആദ്യം പെടുത്തും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എനിക്ക് സാറിനോട് ഇത്രയും സമയം സംസാരിച്ചാൽ ഡോക്ടർ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള, എത്ര വയ്യെങ്കിലും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു
ആശ അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി ശരിക്കും ഈ രോഗാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഈ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന സമയം ചേച്ചി എങ്ങനെയായിരുന്നു? ഇനി വേഗം ഇതിനൊന്നും പോകണ്ട, നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം പറയാറുണ്ട്. പക്ഷെ ആള് പറയുക ഇനി എനിക്ക് നല്ല ആരോഗ്യ, എനിക്ക് മുമ്പത്തെക്കാട്ടിലും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തി തോന്നുന്നുണ്ട് എന്താ പറയുക. ചേച്ചിക്ക് ഇപ്പൊ എന്താണ്, പേടിയാണോ ഇനിയും ഇതിനൊന്നും സജീവമാണ്ട, വീട്ടിലിരുന്നാ മതി എന്നുള്ളൊരു ഇതാണോ ചേച്ചിയുടെ? അങ്ങനെ തോന്നും. പക്ഷെ ആള് ചെയ്യില്ല. ആളിപ്പോ റെനി സാറിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പോയി. സാർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളി അന്നത്തെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുള്ളിയായിട്ട് പോയി തുടങ്ങി. ഇപ്പോഴും പുള്ളിക്ക് വയ്യ, എന്നാലും നടക്കുക. ഇപ്പോഴും മരുന്ന് എപ്പോഴും വേണം. ന്യൂമോണിയ എപ്പോഴും കുറഞ്ഞിട്ടൊന്നും ഇല്ല. പുള്ളി ഒന്ന് ഭേദമായി എന്നുള്ള. ജീവിതത്തിൽ ഇനിയൊരു ഇടവേള. അനീതികൾക്കും ശബ്ദമുയർത്തുന്ന ഒരു യുവാവിനെ ബലി കൊടുക്കാൻ വേണ്ടി വെളിച്ചപ്പാടിനെ കൊണ്ട് കൽപ്പന ഉറഞ്ഞു തുള്ളിച്ചുകൊണ്ട് അത് നാട്ടിൽ പരത്തണ്. ആ പരത്തുന്ന അവസ്ഥ മുതലെടുത്ത് ചിറയുറയ്ക്കാൻ ഈ യുവാവിന് ബലി കൊടുത്തെങ്കിലേ സാധിക്കൂ എന്ന വിശ്വാസം ജനങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ യുവാവിന് ബലി കൊടുക്കണം. ദാ ദൂരേക്ക് നോക്കൂ മക്കളെ, വടികുത്തി കൂനിയാടി നടന്നു പോകും മുത്തശ്ശിയാളെ. Jai Hind TV, for the family, for the nation. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ വിഷമിച്ച ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അതിൽ നിന്നും കവിതകൾ എഴുതി. എനിക്കൊന്നും നമ്മുടെ നോവിൽ നിന്നാണ് അല്ലെ ഹൃദയസ്പർശിയായിട്ടുള്ള കവിതകൾ ഉണ്ടാവുന്നത്. അതെങ്ങനെയായിരുന്നു? അതിന് മുമ്പ് എഴുതാറുണ്ടായിരുന്നു? ചെറുപ്പം 20 വയസ്സ് മുതൽ എഴുതാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊക്കെ ട്യൂൺ ചെയ്ത് പാടും. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസിൻ്റെ അരുമ ശിഷ്യരാണ്. ഒന്ന് മിസ്റ്റർ KL ആൻ്റണി, ഒന്ന് ഇപ്പോഴും 28 വർഷമായിട്ട് ദാസേണ്ണ കച്ചേരിക്ക് തമ്പുരു വായിക്കുന്ന KJ ബേബി മാസ്റ്ററാണ്, സ്കൂൾ അധ്യാപകനാണ്. എൻ്റെ ക്ലാസ്മേറ്റാണ്, ബാല്യകാല സുഹൃത്താണ് ആൾ. അവരൊക്കെ എനിക്ക് കവിതകൾ എഴുതുമ്പോൾ ഞാൻ ഉടനെ തന്നെ അവർക്ക് അത് കാണിച്ചു കൊടുക്കും. മനോഹരമായിട്ട് അവരത് പാടിത്തരും. അതിൽ നിന്നാണ് പ്രചോദനം കിട്ടിയത്. ഇതിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കണം എന്നുള്ള മനോഭാവം മനസ്സിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. അവിടെയും പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒരു എഴുത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ ഒരു വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവ് അവിടെ ഏതെങ്കിലും തരത്തിൽ? വിദ്യാഭ്യാസത്തിന്റെ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു 13-14 വയസ്സ് ആയപ്പോൾ തൊട്ട് പുസ്തകങ്ങൾ ധാരാളം വായിക്കുമായിരുന്നു. ഇപ്പോഴും പുസ്തകത്തിൻ്റെ ഒരു ശേഖരം തന്നെ, വലിയൊരു ശേഖരമുണ്ട് വീട്ടിൽ. അപ്പോൾ അതിൽ കൂടുതൽ കവിതകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ വായിച്ച് കവിതകൾ മനസ്സിലിരിക്കാറില്ല, ആശയം ഉൾക്കൊള്ളാറുള്ളൂ. കാരണം രണ്ടാമത് പാടുന്നു തോന്നിയ ഒരു പക്ഷെ പറ്റിയൊന്നും ഇല്ല. എല്ലാം ധാരാളം വായിക്കും. അതിൻ്റെ ഒരു ശേഖരം, വലിയ ശേഖരം. സാർ എന്തിനെ കുറിച്ചാണ് എഴുതുമായിരുന്നത്? ഞാൻ കൂടുതൽ ഭാഗം എഴുതുമായിരുന്നത് സാധാരണ ഈ അന്യം നിന്ന് പോകുന്ന മാതാപിതാക്കൾ, മക്കളിൽ നിന്ന് വേർപെട്ടു പോകുന്ന മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടു പോകുന്ന മക്കൾ, പിന്നെ സാമൂഹികമായിട്ട് ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ആദിവാസി ജനസമൂഹത്തിൻ്റെ വേദനകൾ, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ എഴുതാറ്. ഇപ്പോൾ രണ്ടാമതായിട്ട് ഇറങ്ങാൻ പോകുന്ന പാദ്യോന്വയൻ ഹൃദയാക്ഷരങ്ങൾ എന്ന ഒരു കവിതാ സമാഹാരം CD രൂപത്തിലിറക്കി, ഓഡിയോ CD. ഇനി ആദിവാസികളെ സംബന്ധിക്കുന്ന അവരെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമാഹാരം ഇറക്കണം എന്നുള്ള തീരുമാനത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും ആണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിട്ടില്ല. CD ഇറക്കിയത് ഞാനാണെങ്കിലും ഒരുപാട് ആളുകൾ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ 2 കൂട്ടുകാർ പാടി സഹായിച്ചു ഫ്രീ ആയിട്ട്. പിന്നെ സ്റ്റുഡിയോയിലും നമ്മളെ വളരെയധികം സഹായിച്ചു, റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ. അങ്ങനെ പിന്നെ അതിനോട് ബന്ധപ്പെട്ട പത്രക്കാർ സഹായിച്ചു. അത് മറ്റു ആളുകളുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി
ഈ വാർത്താ പ്രചാരം കിട്ടി നന്നായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് സാന്ത്വന ശുശ്രൂഷ ഫ്രാൻസിസ് അസിസിയാണ്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനാവാത്ത ബന്ധങ്ങളാണ് അദ്ദേഹവും ഞാനുമായിട്ട്. സ്കൂൾ ഓഫ് ഡ്രീംസുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് സാർ? സ്കൂൾ ഓഫ് ഡ്രീംസുമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത് ഫ്രാൻസിസ് അസിസിയാണ്. ശരിക്കും നമുക്ക് സാർ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിലെ ഡയബറ്റിക്സിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ട്രൈബൽ വെൽഫെയറിന് വേണ്ടി അവർക്ക് സഹായം നൽകുക എന്നുള്ളതായിരുന്നു തൊഴിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇതിലേക്ക്? അതുമായിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷേ ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഫ്രാൻസിസ് അസിസിനെ ബന്ധപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമാണ് എന്നിലുള്ള കഴിവുകൾ ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് സ്വപ്നങ്ങൾ നൽകാവുന്ന രീതിയിൽ രചനകൾ നിർവഹിക്കണം, അവരുടെ ഇടയിൽ പ്രവർത്തിക്കണം, അവരെ ചെന്ന് സന്ദർശിക്കണം, കഴിയാവുന്ന കൊച്ചു കൊച്ചു മരുന്നുകളോ സഹായങ്ങളോ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ മനസ്സുള്ള ഉദാരമതികളായ ആളുകൾക്ക് അവരെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇപ്പോൾ ഫ്രാൻസിസ് അസിസി തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ സുവിശേഷമാണ് നമ്മുടെ വിശേഷമായിട്ട് പോണത്. ഞാൻ നിങ്ങളുടെ സുഹൃത്തുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കവി കോകിലം. അതെ. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായിട്ട് ഫ്രാൻസിസിന് തോന്നിയിട്ടുള്ള എന്താണ്? ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു, താങ്കളെ പറ്റിയൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതി? ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ കംപ്ലൈന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴും അസുഖമൊന്നും ഭേദമായിട്ടില്ല, എന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതൊരു കംപ്ലൈന്റ് അല്ല, അദ്ദേഹത്തിന്റെ വിശേഷതയാണത്. കാരണം താൻ രോഗാവസ്ഥയിലും വേദനകളിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹം മറ്റനേകം വ്യക്തികളുടെ തേങ്ങലുകൾക്ക് സാന്ത്വനമായിട്ട് കൊടുക്കാനുള്ള ഒരു അഭിവാഞ്ച ആളുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളും അത്തരത്തിലുള്ള തന്നെയാണ്. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കണ്ണീരാണ് ശരിക്കും പറഞ്ഞാൽ ആ കവിതകളിൽ തുടിച്ചു നിൽക്കുന്നത്. അപ്പൊ അത് ഒത്തിരി പേർക്ക് വളരെ സാന്ത്വനവും ആശ്വാസമൊക്കെ ആയിട്ട് എപ്പോഴും മാറുന്നുണ്ട്. പിന്നീട് പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആദിവാസി ഗോത്രത്തിൽ നിന്ന് വന്ന് പിന്നീട് ഈ ജന്മനാ ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല ദുഃഖങ്ങളെയും അദ്ദേഹം നന്മയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്.